ഫ്രണ്ട്സ്, ബിൻസ് ഹോം ആൻഡ് ഗാർഡനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നൊരു ഇഞ്ചിക്കറി ഉണ്ടാക്കാനാണ് പോകുന്നത്. എന്നിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാമേ. നമുക്ക് തേങ്ങാക്കൊത്ത് വറുത്തെടുക്കാമേ. ആദ്യം ചെറുതായിട്ട് കുഞ്ഞതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. തേങ്ങാക്കൊത്ത് മൂത്തിട്ടുണ്ട്. ഇത് കോരി എടുത്തിട്ട് നമുക്ക് ചുമന്നുള്ളി വറുത്തെടുക്കാമേ. ചുമന്നുള്ളി ഇട്ട് കൊടുക്കാമേ. ഉള്ളിയും വഴന്നിട്ടുണ്ട്. ഇത് നമുക്ക് കോരി വെക്കാം. എന്നിട്ട് ഇഞ്ചി വറുത്തെടുക്കാമേ. ഇഞ്ചി ഇടാമേ. ഇതെല്ലാം കൂടെ വറുത്തിട്ട് മിക്സിക്കകത്ത് പൊടിച്ചെടുക്കാനാമേ. അതുകൊണ്ടാണ് ഞാൻ വലുതായിട്ട് അരിഞ്ഞേക്കുന്നത്. ഒരു 2-3 അല്ലി വെളുത്തുള്ളി കൂടെ ഇടുവാണ്. ഒത്തിരി വേണ്ട, 2-3 ചെറിയ അല്ലി മതി. നല്ലതായിട്ട് മൂത്ത് കഴിയുമ്പോൾ കോരിയെടുക്കാം. ഇത് മൂത്തിട്ടുണ്ട്. ഇതും കോരിയെടുത്തിട്ട് ഇത് തണുത്ത് കഴിയുമ്പോൾ മിക്സിയിലെ ജാറിൽ അരച്ചെടുക്കാമേ. നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും ചുമന്നുള്ളിയും കൂടെ നമുക്ക് പൊടിച്ചുകൊണ്ട് വരാമേ. കുറച്ച് ഉള്ളി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. വറുത്ത് വെച്ചിരിക്കുന്ന കുറച്ച് ലാസ്റ്റ് ഇടാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യം വറുത്ത എണ്ണ തന്നെയാണ്. അതിനകത്തോട്ടൊരു ശകലം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് കടുക് വറുക്കാം. കടുക് ഇടാമേ. കരിവേപ്പില ഇടാമേ. എന്നിട്ട് നമ്മൾ ഈ പൊടിച്ചുകൊണ്ട് വന്ന് വെച്ചേക്കുന്ന ഇഞ്ചി അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാമേ. ഇതിനകത്തോട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കാമേ. പിരിയമുളക് പൊടിയാണ് ഇടുന്നത്. നല്ലതായിട്ട് മുളക് പൊടി ഒന്ന് മൂത്ത് കഴിഞ്ഞിട്ട് ബാക്കി ഇടാം. കായപ്പൊടി ഇടാമേ. ഒരു ശകല ഉലുവപ്പൊടി. മൂത്തിട്ടുണ്ട്. നമുക്ക് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാമേ. വാളംപുളി പിഴിഞ്ഞതാണ്. എന്നിട്ട് ശകലം വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം. ഈ ഇഞ്ചി വറക്കുമ്പോൾ ആ കൂട്ടത്തിൽ തേങ്ങ വേണമെങ്കിലും വറുത്തിട്ട് ഇഞ്ചിയുടെ കൂട്ടത്തിൽ അരച്ച് എടുത്തിട്ടും എടുക്കാം. തേങ്ങ വറുത്തരച്ച് അങ്ങനെ നല്ല ടേസ്റ്റാണ്. ഉപ്പിട്ട് കൊടുക്കാമേ. എന്നിട്ട് നമുക്ക് ആ വറുത്ത് വെച്ചിരിക്കുന്ന ആദ്യം നമ്മൾ കുറച്ച് അരച്ചിട്ട് ബാക്കി അരയ്ക്കാതെ വെച്ചിരിക്കുന്ന ഉള്ളിയും ആ തേങ്ങാക്കൊത്തും കൂടി ഇട്ട് കൊടുക്കാമേ. എല്ലാം ഇട്ടിട്ട് ഒന്ന് തിളച്ച് നല്ല കുറുകി വരണം. തേങ്ങ അരച്ച് ചേർക്കുന്നത് നല്ല ടേസ്റ്റാണ്. തേങ്ങാക്കൊത്തിട്ടാലും നല്ലതാണ്. എല്ലാം നല്ലതായിട്ട് കുറുകി വന്നിട്ടുണ്ടേ. നല്ല കുറുകി വന്നിട്ടുണ്ട്. ലാസ്റ്റ് നമുക്കൊരു സ്പൂൺ പഞ്ചസാരയും കൂടി ഇടാമേ. പഞ്ചസാരയ്ക്ക് പകരം ശർക്കര ഉരുക്കിയതാണെങ്കിലും ഇട്ടാൽ മതി. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ ബൈ.